അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും ഒപ്പം തന്നെ മലയോര പ്രദേശത്തും അനുഭവപ്പെടുന്നത്. എങ്ങനെ ഒരു അപകടം ക്ഷണിച്ചു വരുത്താം എന്നതിൻ്റെ ഉദാഹരണമാണ് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് സമീപത്തുള്ള ഈ കെട്ടിടം. ഏത് സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് കെട്ടിടമുള്ളത്. ഇത് മുൻപ് ഒരു തുണിക്കടയായിരുന്നു, പക്ഷെ കാലങ്ങളായി ഉപേക്ഷിച്ച് പോയ ഒരു സ്ഥിതിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ ഈ ഭാഗത്തുള്ളായിരുന്ന തൂണ് തകർന്ന് താഴെ കിടക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ തടികളെല്ലാം തന്നെ ചിതലരിച്ചും അതോടൊപ്പം തന്നെ മഴവെള്ളം വീണുമെല്ലാം ഒരു ദ്രവിച്ച അവസ്ഥയിലാണ് ഉള്ളത്. അതോടൊപ്പം ഈ കെട്ടിടം ഒന്നാകെ റോഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ. ഒരു ശക്തമായ കാറ്റടിച്ചാലോ മഴയൊന്ന് ശക്തമായാലോ ഇതെല്ലാം റോഡിലേക്ക് വന്ന് പതിക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ റോഡരികത്തുകൂടെ നടന്നുപോയ ഒരു വയോധികന്റെ തലയിലേക്ക് ഇവിടെ ഒരു ഓട് വീണ് പരിക്കേറ്റിരുന്നു. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത്രയധികം ഗുരുതരമായ അവസ്ഥയിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. അത് റോഡിനോട് ചേർന്ന് ഒരു പക്ഷേ ഈ റോഡിലൂടെ ഒരു ബൈക്ക് യാത്രികനോ കാൽനട യാത്രക്കാരനോ കുട്ടികളുമൊക്കെ ആയി പോവുകയാണെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു പരിഹാരം ഇത് പൊളിച്ചു മാറ്റുക എന്നത് മാത്രമാണ്. അത് മാത്രമേ ഇപ്പോൾ ഏതായാലും അധികൃതർക്ക് മുന്നിലുള്ളൂ. കോർപ്പറേഷനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി നമുക്കൊപ്പം ചേരുകയാണ്. ഇത് വലിയ ഗുരുതരമായ ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത്. അതെ, തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് ഇതുള്ളത്. ഇതൊരു 10-12 വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ് അപകടാവസ്ഥയിൽ. ഇത് മുൻപ് ഒരു വേലായുധൻ പിള്ള സൺ എന്ന് പറയുന്ന ഒരു തുണിക്കടയായിരുന്നു നേരത്തെ. അതിൻ്റെ ഉടമസ്ഥൻ എന്തോ കടബാധ്യതകളൊക്കെ വന്നു. അദ്ദേഹം ഇപ്പോൾ മിസ്സിങ്ങിലാണ്. അപ്പോൾ പുള്ളി പോയതിന് ശേഷം ഇത് വർഷങ്ങളായിട്ട് ഇത് ബാങ്ക് ലോണിലായിട്ട് കിടന്നത് ഒരു റഫീഖ് എന്ന് പറയുന്ന ഒരാളാണ്. അത് പിന്നെ ലേലമെടുത്ത് അതിൻ്റെ ഉടമസ്ഥനായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പുള്ളിയെ ഞങ്ങൾ പല പ്രാവശ്യവും ഇത് നേരിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിനെ നേരിട്ട് കാണുകയും ഈ അപകടാവസ്ഥ ഇങ്ങനെ കിടക്കുന്നത് റോഡിൽ വളരെ വീതി കുറഞ്ഞ ഒരു ഭാഗമാണിത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം. ഇത് നീക്കം ചെയ്തു തരിക. അത് എന്താണ് ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പല പ്രാവശ്യം ഇത് ആവശ്യപ്പെടുകയുണ്ടായി. കൗൺസിലറുമായിട്ടോ അല്ലെങ്കിൽ കോർപ്പറേഷനുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ലേ? കൗൺസിലറായിട്ട് നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ട് കൗൺസിലറുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. കൗൺസിലറിൽ ഇടപെടാറുമുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനമൈത്രി പോലീസിൻ്റെ മീറ്റിങ്ങുകളിലെല്ലാം വിളിക്കുമ്പോഴെല്ലാം ജനമൈത്രി പോലീസിൻ്റെ മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വാർഡ് സഭ വിളിക്കുമ്പോൾ വാർഡ് സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മുമ്പാകെ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്രയധികം പരാതികൾ അവർ ഉന്നയിച്ചിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഒരു മഴയുടെ സ്ഥിതി നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ശക്തമായ കാറ്റുണ്ടായിരുന്നു, അതിശക്തമായ മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ തകര ഷീറ്റൊക്കെ വീടിന് മുകളിലിട്ടിരിക്കുന്ന തകര ഷീറ്റ് പോലും വന്ന് മറിഞ്ഞ് കാറ്റത്ത് റോഡിലേക്ക് വീഴുന്നു, വൈദ്യുതി പോസ്റ്റിലേക്ക് വന്ന് വീഴുന്നു. അത്തരത്തിലുള്ള അപകടം. ആ ശക്തമായ മഴയും കാറ്റും തുടർന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടമായിരിക്കും യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും ആവശ്യം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.